നമ്മുടെ കേരളത്തിലെ വനിതാ ജയിലിൽ എന്താണ് സംഭവിക്കുന്നുള്ളതിൽ ഒരുപാട് പേർക്ക് ആഗ്രഹമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നുള്ളത്, എന്താണ് സംഭവം എന്നുള്ളത്. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് ഇന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അത് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ മുൻ വനിതാ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറാണ് ഈ സംസാരിക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാ ആളുകളുടെയും സംശയങ്ങൾക്കുള്ള ശരിക്കുമുള്ള ഒരു എന്റർടൈൻമെന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെയും അല്ലാത്തയും ഉള്ള സ്ഥലത്തുമൊക്കെയുള്ള ജയിലുകളെ പറ്റി. പക്ഷെ ഒരിക്കൽ പോലും ഒരു രീതിയിലും ഒരു സ്ഥലത്തും വനിതാ ജയിലിലുള്ള കാര്യങ്ങളെ പറ്റി നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അവിടെ നടക്കുന്നത്, അവർക്ക് അവിടെ സ്ത്രീകളാണ് വരുന്നത്, അവർക്ക് നീതി കിട്ടുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ശ്രീമതി രാധാമോഹനൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അവരുടെ ഏതാനും വർഷത്തെ ജയിൽ ആയിട്ടുള്ള ബന്ധവും അവിടെയുള്ള തടവുകാരായ സ്ത്രീകൾ വനിതകളെ കാണുകയും പരിചയപ്പെടുകയും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് സൂപ്രണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. അങ്ങക്ക് ജയിൽ വകുപ്പിലായിരുന്നല്ലോ ജോലി. അതെ. അത് ആദ്യമായിട്ട് ജോലി കിട്ടിയത് ഏത് സ്ഥലത്താണെന്ന് പറയാൻ പറ്റുമോ? പറയാം. ആദ്യമായിട്ട് എനിക്ക് തിരൂരിലേക്കാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂർ സബ് ജയിലിൽ. അവിടുന്ന് ഒരു 2 മാസത്തോളം ഡ്യൂട്ടി എടുത്ത ശേഷം മഞ്ചേരിയിൽ വേക്കൻ്റ് വന്നപ്പോൾ മഞ്ചേരിയിൽ വർക്കിംഗ് അറേഞ്ച്മെൻ്റായിട്ട് എന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. 2006 ഓഗസ്റ്റ് 28. ഏത് വർഷം റിട്ടയർ ആയത്? 2019 മെയ് 31. അപ്പോൾ ഏതാണ്ട് 13 വർഷം അത്രേ കിട്ടിയിട്ടുള്ളൂ. അത്ര ഒരു നല്ല അനുഭവം തന്നെയാണ്. ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഈ പുരുഷ ജയിലിനെ പറ്റിയൊക്കെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ അവിടെ പോയിട്ടും ഒക്കെ ഉള്ള ചില പരിചയങ്ങളുണ്ട്. പക്ഷേ ഈ വനിതാ ജയിലിനെ പറ്റിയോ അവിടുത്തെ കാര്യങ്ങളോ ഒന്നും ജനങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല. പിന്നെ ആണുങ്ങൾക്ക് അവിടെ പ്രവേശിക്കാനും അനുവാദമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജയിലിൽ കഴിയുന്ന വനിതകളുടെ ഒരു ദിവസം എങ്ങനെയാണ്? രാവിലെ 6 മണിക്ക് ലോക്കപ്പ് തുറക്കും. പുരുഷന്മാരോടൊപ്പം സെയിമാണ്. 6 മണിക്ക് ലോക്കപ്പ് തുറന്ന് അവരെ ദിനചര്യകൾക്ക് വിടും. ദിനചര്യകൾ കഴിഞ്ഞ് വന്ന ശേഷം ചായ കൊടുത്ത് ഒരു 8 മണിയാകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും ലോക്കപ്പ് ഇടും. പിന്നെ അതിനു മുമ്പ് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. സബ് ജയിലിനോടനുബന്ധിച്ചുള്ളതാണ് ഈ ഫീമെയിൽ ബ്ലോക്ക്, അല്ലെ സ്പെഷ്യൽ സബ് ജയിൽ, അല്ലെ ജില്ലാ ജയിൽ. അപ്പോൾ ഈ ഒരു ജയിലുകളിനെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് മെയിൽ ബ്ലോക്കും ഫീമെയിൽ ബ്ലോക്കും. അപ്പോൾ ഫീമെയിൽ ബ്ലോക്കിൽ ഒന്ന് അവിടെ ക്ലീൻ ചെയ്ത് അവർ ആരെങ്കിലും 1-2 പേര് ഒക്കെ ചെയ്ത് വീണ്ടും അവർ അകത്ത് പോയിരിക്കും. അവർക്ക് വായിക്കാനുള്ള ബുക്സ്, ലൈബ്രറികൾ ഇഷ്ടം പോലെയുണ്ട്. പത്രം, ലൈബ്രറി തുടങ്ങിയതൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മെനു അനുസരിച്ചുള്ള ഫുഡ് കൊടുക്കും. പിന്നെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ വീണ്ടും ചായ. രാത്രിയിലത്തെ ഫുഡ് ഒരു 6 മണിക്ക് മുമ്പേ വരും. അത് കഴിഞ്ഞ് വീണ്ടും ലോക്കപ്പ് ചെയ്യും. 6 മണിക്ക് ലോക്കപ്പ് ചെയ്യും. അത്രയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളവരുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടും. അങ്ങനെ ഈ ഫുഡ് നോണും വെജിറ്റേറിയനൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്. എത്ര ദിവസം നോൺ ഉണ്ടാവും? ആഴ്ചയിൽ 2 ദിവസം മീനുണ്ടാവും, 1 ദിവസം മട്ടൺ. ശനിയാഴ്ച മട്ടൺ. അത് പുരുഷന്മാർക്കും മെയിൽ ബ്ലോക്കിനും ഫീമെയിൽ ബ്ലോക്കിനൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഒരു നല്ല ഭക്ഷണമാണ്. മറ്റേ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, അതെ മാറി വരും. നേരത്തെ ഞാൻ സർവീസിൽ കയറുന്ന സമയമൊക്കെ ഗോതമ്പുണ്ടയായിരുന്നു. അതെ. പിന്നീട് അതിനൊരു ഗോതമ്പുണ്ട തേങ്ങാ ചമ്മന്തിയും. അത് മാറി ഭക്ഷണ മെനു വന്ന ശേഷം 1 ദിവസം ഇഡ്ഡലി, 1 ദിവസം ചപ്പാത്തി, 1 ദിവസം ഉപ്പുമാവ്, അങ്ങനെ. ഉച്ചയ്ക്ക് ഫുഡിന് ചോറിന് പുളിശ്ശേരി ഉണ്ടാവും, ഓലനുണ്ടാവും, ചില സമയങ്ങളിൽ സാമ്പാർ, മോരുകറി, അങ്ങനെ ഓരോ ദിവസം വ്യത്യസ്തമായിക്കൊണ്ടുള്ള കറികളൊക്കെ ഉണ്ടാവും. ഉപ്പേരി, അച്ചാറ്, അങ്ങനെയൊക്കെ.
10 കൊല്ലത്തിന് മുമ്പ് ഈ ജയിലിലൊക്കെ എത്ര തടവുകാർ ഉണ്ടായിരുന്നു? ഇപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ശതമാനം കൂടിയിട്ടുണ്ടാവില്ലേ? കേരളത്തെ സംബന്ധിച്ച് വനിതാ തടവുകാർ കുറവാണ്. 400-500 ഞാൻ ചോദിച്ചത് വനിതാ തടവുകാരെ മാത്രമല്ല, മൊത്തം ജയിലിലുള്ളവരുടെ ഇത് കൂടിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ കൂടാൻ കാരണം ഈ ഫുഡ് ഇങ്ങനെ ലാവിഷായിട്ട് നല്ല ഈ മട്ടനും ചിക്കനും ഇതെല്ലാം കൊടുക്കുന്നതുകൊണ്ട് മനഃപൂർവ്വം കുറ്റം ചെയ്തിട്ട് അങ്ങനെ വന്ന് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്ന് ഈ ഭക്ഷണം കഴിക്കുന്നവരുണ്ടോ എന്നാണ് ചോദിച്ചത്. എല്ലാവർക്കും അത് ബാധകമല്ല. ഹാബിച്വലായിട്ട് ഇങ്ങനെ ക്രൈം ചെയ്ത് വരുന്നവരുണ്ടല്ലോ, അവരൊക്കെയാണ്. പിന്നെ ഒക്കേഷനിൽ വരുന്നവരും ഉണ്ട്. അപ്പോൾ ജയിലിൻ്റെ സുഖം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പഴയ കാലം പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതൊന്നുമില്ല. നമ്മൾ നിയമത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥരും പോകും, അതേ ഡിസിപ്ലിൻ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് വനിതാ തടവുകാരും. എന്നിരുന്നാലും ഇപ്പോൾ നേരത്തിന് ഫുഡ് അവർക്ക് എത്തിച്ചു കൊടുക്കണം. അവരുടെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ്, മരുന്ന്, അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എസ്കോർട്ട് വിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മെഡിസിൻ സമയാസമയങ്ങളിൽ കൊടുക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അത് കൊടുത്ത് ഇപ്പോൾ വായിക്കാനും TV ഉണ്ട്, TV കാണാൻ പറ്റും. ഇപ്പോൾ ഫീമെയിൽ ബ്ലോക്ക് ആയതുകൊണ്ട് മറ്റാരും അങ്ങോട്ട് കടക്കില്ല, ആണുങ്ങൾ കാണില്ല. VIP ആയിട്ട് വരുന്ന ഒന്നുകിൽ ജഡ്ജി, DGP, DIG, സൂപ്രണ്ടിന് വരാം. അദ്ദേഹം ലോക്കപ്പ് മുമ്പായിട്ട് ഒന്ന് വന്നു പോകും. ലോക്കപ്പ് കഴിഞ്ഞാൽ ലോക്കപ്പ് തുറക്കില്ല, ഒരു കാരണവശാലും തുറക്കില്ല. അപ്പോൾ അതിനു മുമ്പ് തടവുകാരെ ക്ഷേമാന്വേഷണത്തിനായിട്ട് സൂപ്രണ്ട് റൗണ്ട്സിന് വന്നു പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അവർക്ക് അതുപോലെ തന്നെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ ശേഷം ഫുഡിന് മുമ്പ് കുളിക്കാൻ നമ്മൾ ദിനചര്യയ്ക്കായി വിടുമ്പോൾ എണ്ണ, സോപ്പൊക്കെ കൊടുക്കാറുണ്ട്. ആണുങ്ങളെക്കാൾ കൂടുതൽ ഡെയിലി എണ്ണ സ്ത്രീകൾക്ക് കൊടുക്കും. പുരുഷന്മാർക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് 12 മില്ലി. ഇവർക്ക് 14 മില്ലി വെച്ച് ഡെയിലി എണ്ണ കൊടുക്കും. സ്ത്രീകൾക്ക് ആവശ്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും, സോപ്പിൻ്റെ ആണെങ്കിലും ഒക്കെ. അപ്പോൾ ആ ഒരു പരിഗണന. എന്നിരുന്നാലും ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു സെല്ല് അടച്ചു കഴിയുമ്പോൾ ഉള്ളിലൊരു വിങ്ങലുണ്ടാവില്ലേ? എന്ത് ക്രൈം ചെയ്ത് വന്നവരാണേലും വീണ്ടും ജയിലിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ സെല്ല് അടച്ചു കഴിയുമ്പോൾ. പിന്നെ സെല്ലിന് മുമ്പിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരും. ഇപ്പം നൈറ്റ് ആണെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരാണെങ്കിലും ഉറങ്ങുമൊന്നുമില്ല. കുറേ നേരം ഇവരെയൊക്കെ ഒന്ന് വീക്ഷിച്ച ശേഷം അവരൊന്ന് ഉറങ്ങി സൈലൻ്റാണ്, കുഴപ്പമൊന്നുമില്ല തോന്നിയെങ്കിൽ മാത്രം ഒന്നിരുന്ന് തലചായ്ക്കും. അപ്പോഴും ഏത് സമയത്തും വിളി വരാം, ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലാണോ എന്നുള്ള ചോദ്യം വരും. അപ്പം അത് എല്ലാവരും അലർട്ടായി തന്നെ ഇരിക്കും. യാതൊരുവിധ അനാസ്ഥയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വരില്ല. പിന്നെ പ്രതികൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ വീട്ടിലുള്ള ആ ഒരു സ്വാതന്ത്ര്യം ജയിലിനകത്ത് വരുന്നില്ലല്ലോ, ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചിട്ടാണല്ലോ ഇവരെ ഒക്കെ ജയിലിലേക്ക് അടയ്ക്കുന്നത്. അങ്ങനെയല്ല, അല്ല, ഈ പുരുഷ തടവുകാരെ, സ്ത്രീ തടവുകാരെയൊക്കെ അവിടെ അത് ബോധ്യപ്പെട്ട് ശിക്ഷിച്ചിട്ടാണ് ഇത്ര ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ തന്നെ വിഭാഗങ്ങളുണ്ടോ? ഓരോ വിഭാഗം, ഈ ഇപ്പൊ എന്താ പറയുക, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവര്, ഈ എന്താ പറയുന്ന ജാമ്യമില്ലാ വകുപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു കഠിന ശിക്ഷ അനുഭവിക്കുന്നവർ, അങ്ങനെ വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വരും. ശിക്ഷിക്കുക എന്നുള്ളത് വിചാരണ നേരിട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ശിക്ഷ. അപ്പോൾ ഞാൻ സബ് ജയിലുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. 3 വനിതാ ജയിലുണ്ട് ഈ കേരളത്തിൽ. 3 വനിതാ ജയിൽ, ഒരു ഓപ്പൺ ജയിൽ, വനിതാ ഓപ്പൺ ജയിൽ. അപ്പോൾ ഈ വനിതാ ജയിലുകളിലേക്ക് വിടണമെങ്കിൽ ശിക്ഷ വരുമ്പോഴാണ് നമ്മളിവിടുന്ന് സബ് ജയിലിൽ നിന്ന് വിടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലോകകപ്പ് അധികമായാൽ ഏറ്റവും അടുത്തുള്ള ജയിലേതോ അങ്ങോട്ട് വിടും. ഇവിടെ നമുക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട്. അപ്പം നമുക്ക് വരുന്നത് ശിക്ഷിച്ചിട്ടല്ല ആദ്യം വരിക. ഒരു പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ, കുറ്റം ചെയ്തു എന്ന് സംശയിക്കുന്ന ഒരാളെ ജനങ്ങളറിഞ്ഞ് അവർക്കൊരു പരാതി പോയി പോലീസ് അത് വന്നൊന്ന് വെരിഫൈ ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് അതിനുശേഷം മജിസ്ട്രേറ്റ് മുമ്പേ ഹാജരാക്കി മജിസ്ട്രേറ്റ് റിമാൻഡിലാണ് നമുക്ക് ആദ്യം തരിക. റിമാൻഡ് കഴിഞ്ഞിട്ടാണ് 14 ദിവസത്തെ റിമാൻഡ് വെക്കാം. അപ്പം അല്ലെങ്കിൽ 1 മാസം വരെ സെഷൻസ് കോർട്ടിന് വെക്കാം. 30 ദിവസം വരെയൊക്കെ റിമാൻഡ് വെക്കുന്ന കോടതികളുണ്ട്. അത് കോടതിയുടെ
വിവേചനാധികാരത്തിൽ വരുന്നതാണ് എത്ര ദിവസം വെക്കാന്നുള്ളത്. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞ ശേഷം ഇപ്പോൾ വർഷങ്ങളോളം ജാമ്യം എടുക്കാൻ ആളില്ലാതെയും മറ്റൊക്കെ ഉള്ള പ്രതികളും ഇരിക്കാറുണ്ട്. റിമാൻഡായിട്ട് 2-3 വർഷങ്ങൾ അതിലേറെയൊക്കെ സബ് ജയിലുകളിലിരിക്കും. പിന്നീടാണ് അതിൻ്റെ വിചാരണകളൊക്കെ നടന്ന് വിധി വരുമ്പോഴാണ് നമ്മൾ ശിക്ഷാപ്രതിയായിട്ട് വനിതാ ജയിലുകളിലേക്ക് അയക്കുന്നത്. അതിൽ സ്ത്രീകൾക്ക് തൂക്കുദണ്ഡനയൊന്നുമില്ല, ഇല്ല, സ്ത്രീകൾക്കില്ല. പിന്നെ കൊടും കുറ്റവാളി എന്ന് പറയാൻ മാത്രം, ചെറുതാണേലും വലുതാണേലും കുറ്റം തന്നെയാണല്ലോ. കൊടും കുറ്റവാളി മാവോയിസ്റ്റുകളാണ്. അവർ വരുമ്പോൾ ആ ഒരു ഇത് അവർക്ക് കൊടുക്കണം പരിഗണന. അവിടെയും സാധാരണ തടവും മറ്റേ തടവുമായിട്ട് എന്താണ് വ്യത്യാസം? കഠിന തടവിന് പണി നിർബന്ധമായും ചെയ്യണം, വർക്ക് ചെയ്യിപ്പിക്കും. റിമാൻഡുകാർക്ക് റൂളിൽ പറയുന്നില്ല അവർ പണിയെടുക്കണമെന്ന്. വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. പണിയെടുത്താൽ വേതനം ഉണ്ട് അല്ലേ? ഇപ്പം ഉണ്ട്. അവർക്ക് വർക്ക് എന്ന് പറയാൻ ഈ മേസ്തിരി പണി, അടിക്കുക, ക്ലീൻ ചെയ്യുക, അത്രയൊക്കെ തന്നെയല്ലേ. അപ്പൊ അതിനും ഇപ്പൊ വേതനം കൊടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജയിലിലുള്ള ഈ തടവുകാർ തന്നെയാണ് പാചകം ചെയ്യുന്നത്, ശരിയല്ലേ? ശരിയാ. ഇല്ല, പുറത്തുനിന്നില്ല. ഉദ്യോഗസ്ഥരും തടവുകാരും മാത്രമാണ് ജയിലില്. അപ്പൊ ഇതിലെ ഒരു വിഭാഗം തടവുകാർ പാചകവും ചെയ്യുന്നുണ്ട്. അവിടെ പണ്ടൊക്കെ ഈ വാഷിംഗ് ഒക്കെ ചില പ്രത്യേക ആൾക്കാരായിരുന്നു. ഇപ്പൊ എല്ലാവരും അവരവരുടെ ആണെന്നാണ് എന്റെ അറിവ്. ആണ്. അതെ. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇതിലെ പ്രധാനമായിട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാകുമ്പോൾ അവര് ചില സമയത്ത് ഈ ജയിലിലൊക്കെ ഗർഭിണികളായ വനിതകൾ വരും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഇവർക്ക് ഒരു പ്രത്യേക ട്രീറ്റ്മെന്റോ സൗകര്യമോ ഈ ജോലി ഇളവോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടോ? റിമാൻഡ് പ്രതികളായിട്ട് തന്നെയാണ് ഈ ഗർഭിണികളും വരുന്നതെങ്കിൽ അവർ അഡ്മിഷൻ എടുക്കുമ്പോൾ എസ്കോർട്ട് വന്നവർ ഇവരുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും വാറൻറ്റുമായിട്ടാണ് ജയിലിലേക്ക് വരുന്നത്. അത് കൊണ്ടുവന്നാലും അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ലയെന്നോ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ച് വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വന്ന ശേഷം അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ അവരെ ഹോസ്പിറ്റലിലേക്ക് അയക്കും. എസ്കോർട്ട് വിളിച്ച് ഇതേ ഗർഭിണിയെ ഹോസ്പിറ്റലിൽ വിട്ട് ഡോക്ടറെ കൊണ്ട് പറഞ്ഞ് ഡോക്ടർ അവർക്ക് എഴുതണം ഇന്ന ഫുഡ് കൊടുക്കണം, അല്ലെ അവർക്ക് ഇന്ന പരിഗണന കൊടുക്കണം, ഗർഭിണി ഇത്ര മാസം അവർക്ക് ഇന്ന മരുന്നുകൾ കൊടുക്കണം, ഇന്നതാണ് അവരുടെ ഫുഡിൻ്റെ രീതികൾ എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ നമ്മളത് ചെയ്യാറുണ്ട്. ഡോക്ടർ നിർദ്ദേശമില്ലാതെ ഒരു വെള്ളത്തിൻ്റെ പോലും മാറിക്കൊടുക്കാൻ പറ്റില്ല. ഗർഭിണി ആയതുകൊണ്ട് പ്രത്യേക കെയറിങ് ആണ്. 2 ജീവനാ, അമ്മയും കുഞ്ഞിനെയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ചെയ്ത ഒരാളും അതെ ചെയ്തു എന്ന് പറയുന്നതിൽ ആരോപിച്ചിരിക്കുന്ന ഒരു അമ്മ, കുറ്റാരോപിതയായ ഒരു അമ്മയും നിഷ്കളങ്കയായ ദൈവത്തിന് തുല്യമായൊരു ഗർഭസ്ഥ ശിശുവും ആ വയറ്റിനകത്ത് കിടക്കണം. അപ്പൊ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ട്. തന്നെയല്ല ഇതുപോലെ തന്നെ ഇവർക്ക് ഈ മാസം മുറയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ലേഡീസ് ആകുമ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഈ ജയിലിൽ തന്നെ ഉണ്ട്. ജയിലിൽ തന്നെ ഇതിന് വേണ്ടുന്ന ഈ പാഡുകളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് ആവശ്യക്കാരാണ് അവർക്കത് യഥാസമയം കൊടുത്തിരിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് സർക്കാരിൻ്റെ പ്രത്യേക ഒരു ഇത് തന്നെയുണ്ട് സർക്കാർ ഇവർക്ക് വേണ്ടിയിട്ട്, തടവുകാർക്ക്. ഇങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് ജോലിയിൽ നിന്ന് ഇവരെ ഒഴിവാക്കുക, അതുപോലെ അവരുടെ ഇഷ്ടം പോലെ, അവരുടെ ഇഷ്ടം. നമ്മൾ നിർബന്ധിക്കുന്നേ ഇല്ലല്ലോ, ആരെ കൊണ്ടും വർക്ക് ചെയ്യണമെന്ന് പറയാറില്ല. ആർക്കാണോ താല്പര്യം അവരൊരാൾ. ഫീമെയിൽ ബ്ലോക്ക് പറയുമ്പോൾ 1-2 സെല്ലുകൾ അവരടിച്ച് ക്ലീൻ ചെയ്യുന്നു. പരിഗണന കൊടുക്കും, ഗർഭിണിയെ ബുദ്ധിമുട്ടിക്കില്ല. ഇങ്ങനെ ഈ മാസമുറ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കും. ജോലി ചെയ്യണം അല്ലേ? ഇല്ല, മാറ്റി നിർത്തില്ല. അവർക്ക് താല്പര്യമാണെങ്കിൽ ചെയ്യാം, നിർബന്ധിക്കുന്നേ ഇല്ല. മാസമുറ എന്ന് പറയുന്നത് അപ്പൊ ഒരു രോഗമല്ല, ഒരു ശാരീരികമായി ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയും ഉണ്ടോ. അത് അങ്ങനെ ഒരു സംഭവം വരുമ്പോ ചില സ്ത്രീകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന, ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും ഈ ഒരു പീരീഡ് കാലം. അപ്പോൾ മാനുഷിക പരിഗണന കൊടുക്കാറുണ്ട്. വനിതാ ജയിലിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല.